നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 76-ാം റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി രാജ്യം. സൈനിക കരുത്തിൻ്റെയും സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെയും പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതോടെ 76-ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായി. 10:30 രാഷ്ട്രപതി ദ്രൗപദി മുർമു ദില്ലിയിലെ കർത്തവ്യപഥിൽ എത്തി. ദേശീയ പതാക ഉയർത്തിയതിനു പിന്നാലെ 21 ഗൺ സല്യൂട്ട് ചടങ്ങ് നടന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാത്തോ മുഖ്യാതിഥിയായ ചടങ്ങിൽ കര, വ്യോമ, നാവിക സേനകളുടെയും വിവിധ സായുധ സേനകളുടെയും പ്രകടനത്തിനൊപ്പം സംസ്ഥാനങ്ങളുടെ അടക്കം 31 നിശ്ചല ദൃശ്യങ്ങളും പരേഡിൽ അണിനിരന്നു. സംസ്ഥാനത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പുകഴ്ത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞ ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം വികസിത കേരളമില്ലാതെ സാക്ഷാത്കരിക്കാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി മേഖലയിൽ ഭീതി പരത്തുന്ന നരഭോജി കടുവയെ പിടികൂടുന്നതിന് മുമ്പ് ചത്ത നിലയിൽ കണ്ടെത്തി. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന കടുവയെ ഒടുവിൽ നരഭോജി കടുവയ്ക്കായി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. നിർണായക ഉത്തരവ് പുറത്തിറങ്ങിയതോടെ കടുവയെ വെടിവെച്ചു കൊല്ലാനാകുമെന്ന് വനം വകുപ്പ് മന്ത്രി MK ശശീധരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തീരുമാനമാണിത്. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനമുണ്ടായത്. വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ. അടിയന്തര സഹായമുണ്ടാകണമെന്നും മുഖ്യമന്ത്രി കടുത്ത നിലപാടെടുത്തു. വനനിയമം പറഞ്ഞ് കടിച്ചു തൂങ്ങരുതെന്നും ജനങ്ങളുടെ ജീവന് ആപത്തുണ്ടാകരുതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം. ഇതിനിടെയാണ് കടുവയെ ചത്ത നിലയിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയത്. വയനാട് കടുവാഭീതിയിൽ കഴിയുന്നതിനിടെ കോഴിക്കോട് നടന്ന ഫാഷൻ ഷോയിൽ പാട്ടുപാടിയ സംഭവത്തിൽ വിശദീകരണവുമായി മന്ത്രി AK ശശീധരൻ. വിമർശനമുയർന്നപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് തോന്നിയെന്നും ഇനി അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമെന്നുമെന്നാണ് മന്ത്രി ശശീധരൻ്റെ പ്രതികരണം. അതേസമയം സ്വകാര്യ പരിപാടിയിൽ പാട്ടുപാടിയ മന്ത്രി AK ശശീധരൻ്റെ പ്രവൃത്തി റോമാ സാമ്രാജ്യം കത്തിയപ്പോൾ ചക്രവർത്തി വീണ വായിച്ചതുപോലെയാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ വിമർശിച്ചു. കേരളത്തോട് വനം മന്ത്രി മാപ്പ് പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മകന് താൽക്കാലിക ജോലിക്കായുള്ള നിയമന ഉത്തരവ് കൈമാറി വനം മന്ത്രി MK ശശീധരൻ. പ്രദേശവാസികളുടെ കടുത്ത പ്രതിഷേധത്തിനൊടുവിലാണ് മന്ത്രി കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലെത്തുന്നത്. മന്ത്രിയെ കൂക്കി വിളിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. പോലീസ് സന്നാഹമൊരുക്കിയ വഴിയിലൂടെയാണ് ഒടുവിൽ മന്ത്രി രാധയുടെ വീട്ടിലെത്തിയത്. വയനാട് പെരുന്തട്ടയിൽ പശുവിനെ വന്യജീവി ആക്രമിച്ചു. നേരത്തെ കടുവയെ കണ്ട മേഖലയിലാണ് പശുക്കിടാവ് ആക്രമിക്കപ്പെട്ടത്. പുലിയാണോ എന്ന് സംശയമുണ്ടെന്നും സ്ഥലത്ത് കൂടുവെക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് പയ്യോളി തിക്കോടിയിൽ കടലിൽ ഇറങ്ങിയ 2 സ്ത്രീകളടക്കം 4 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. വയനാട് കൽപ്പറ്റ സ്വദേശികളായ വാണി, അനീസ, വിനീഷ്, ഫൈസൽ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടെ പയ്യോളി തിക്കോടി കല്ലകത്ത് ബീച്ചിലാണ് സംഭവം. അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൽപ്പറ്റ ബോഡി ഷേപ്പ് എന്ന ജിമ്മിലെ 25 അംഗമാണ് കടൽ കാണാനെത്തിയത്. ഇവരിൽ 5 പേർ കടലിൽ ഇറങ്ങുകയായിരുന്നു. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഇന്നു മുതൽ. സമരത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്നു മുതൽ റേഷൻ വിതരണ സ്തംഭനത്തിലേക്ക് നീങ്ങും. സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഭക്ഷ്യമന്ത്രി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭീഷണി മറികടന്നാണ് ഇന്ന് വ്യാപാരികൾ സമരത്തിന് ഒരുങ്ങുന്നത്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇന്നു മുതൽ നടത്താനിരിക്കുന്ന കടയടച്ചുള്ള പണിമുടക്ക് സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് സർക്കാരിന് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. ആരുടെ വീഴ്ച കൊണ്ടാണോ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിക്കപ്പെട്ട് അവർ ഗുണഭോക്താക്കൾക്ക് ഫുഡ് സെക്യൂരിറ്റി അലവൻസ് നൽകേണ്ടി വരും. ഇവിടെ സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടല്ല ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ മുടങ്ങുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു.
റേഷൻ സമരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ജനങ്ങൾക്ക് റേഷൻ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടവരാണ് ഗവൺമെൻറ്റും കച്ചവടക്കാരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ കേവലം കച്ചവടക്കാർ മാത്രമല്ലെന്നും ലൈസൻസികളാണ് ഉത്തരവാദിത്വം കാണിക്കേണ്ടതെന്നും അത് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളം ജില്ലയിലെ ചില നേതാക്കൾ സമ്പത്തിനും വ്യക്തിപരമായ ധനസമാഹരണത്തിനും പിന്നാലെയാണ് CPM എറണാകുളം സമ്മേളനം. ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് ശരിയല്ലെന്നും മാറ്റം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് അവതരണത്തിന് മുൻപ് സമ്മേളന പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് പരാമർശം. സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങിയ കൂറ്റൻ ഫ്ലക്സ് സ്ഥാപിച്ചതിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പിഴ അടച്ചു. 5600 രൂപയാണ് സംഘടന നഗരസഭയ്ക്ക് പിഴയായി നൽകിയത്. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ ഫ്ലക്സ് വെച്ചതിൽ നടപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരായ നേതാക്കളെ പ്രതി ചേർത്തത്. പാലക്കാട് BJPയിൽ പൊട്ടിത്തെറിയെന്ന് റിപ്പോർട്ടുകൾ. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർമാർ രാജി പ്രഖ്യാപിച്ചതോടെ BJP കേരളത്തിൽ ഭരണമുള്ള ഏക നഗരസഭയായ പാലക്കാട് ഭരണം തുലാസിലായി. 9 കൗൺസിലർമാരാണ് ഇന്ന് പാർട്ടിക്ക് രാജിക്കത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ BJP പ്രതിസന്ധിയിൽ നിലപാട് വ്യക്തമാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ജില്ലാ പ്രസിഡന്റ് പട്ടിക കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതാണെന്നും ഇതിനെതിരെ സംസാരിക്കാൻ ആർക്കും ആകില്ലെന്നും വ്യക്തമാക്കിയ സുരേന്ദ്രൻ ഇത്രയും സമീകൃതമായ പട്ടിക ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും പാലക്കാട് നടക്കില്ലെന്നും നഗരസഭ താഴെ വീഴില്ലെന്നും പന്തളത്തും ഇതല്ലേ പറഞ്ഞതെന്നും K സുരേന്ദ്രൻ ചോദിച്ചു. പൊതുപരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് ഉമാ തോമസ് MLA. കാക്കനാട് MA അബൂബക്കർ മെമ്മോറിയൽ സ്കൂൾ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആശുപത്രിയിൽ നിന്നാണ് MLA മുഖ്യാതിഥിയായി പങ്കെടുത്തത്. വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് ചികിത്സയിലാണെന്നും തിരിച്ചുവരവിന് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടായിരുന്നുവെന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നുവെന്നും MLA പറഞ്ഞു. ലൈംഗിക പീഡന പരാതിയിൽ കാസർഗോഡ് CPM നേതാവിനെതിരെ അച്ചടക്ക നടപടി. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ സുജിത് കൊടക്കാടിനെതിരെയാണ് നടപടി. DYFI ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്തു നിന്നും CPM ഏരിയ കമ്മിറ്റിയിൽ നിന്നും സുജിത്തിനെ പുറത്താക്കി. കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2.C മുതൽ 3.C വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. വയനാട് DCC യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വൻ വാക്പോര്. NM വിജയന്റെ മരണത്തിന് പിന്നാലെ ഉയർന്ന വിവാദത്തെ ചൊല്ലിയാണ് നേതാക്കൾ തമ്മിൽ വാക്പോരുണ്ടായത്. ആരോപണം ഉയർന്ന DCC പ്രസിഡന്റ് ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLAയും സ്ഥാനമൊഴിയണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. വയനാടിന്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് സണ്ണി ജോസഫ്, TN പ്രതാപൻ തുടങ്ങിയവരും DCC യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അടൂരിൽ +2 വിദ്യാർത്ഥിനിയെ 9 പേർ ചേർന്ന് പീഡിപ്പിച്ച കേസിൽ മന്ത്രവാദി അറസ്റ്റ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടിയെ ചൂഷണത്തിനിടയാക്കിയ തങ്ങൾ എന്ന് വിളിക്കുന്ന ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ബദർ എന്ന സമൻ ആണ് നൂറനാട് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.